സംസ്ഥാനത്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി, അതായത് തദ്ദേശ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം ജയിച്ച പാർട്ടികളെല്ലാം തന്നെ അവരുടെ വിജയാഘോഷങ്ങൾ നടത്തുന്നു. അതാ അവൻ്റെ തിരിച്ചു വരുവാണ്. അവൻ ഇതാ വീണ്ടും വരുന്നു. സൂമ്പയ്ക്ക് ശേഷം നാസർ ഫൈസി കൂടത്തായി വീണ്ടും എത്തുകയാണ്. ആഘോഷങ്ങളിൽ നിന്നും സ്ത്രീ പുരുഷന്മാർ അകലം പാലിക്കണം, ആഭാസകരമായോ അപകീർത്തികരമായിട്ടോ ഉള്ള കാര്യങ്ങളിൽ നിന്നും അകലം പാലിക്കണം. നാസർ ഫൈസി കൂടത്തായി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ 21-ാം നൂറ്റാണ്ടിൽ തുടരെയുള്ള ഇത്തരത്തിൽ പുരോഗമനപരമല്ലാത്ത ചിന്തകൾ ജനങ്ങളിലേക്ക് നിറച്ചുകൊണ്ട്? പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഉപയോഗിച്ചിട്ടുള്ള 1-2 പദങ്ങളാണ് പ്രശ്നം. നിങ്ങൾ ഇങ്ങനെ ആഭാസ തലങ്ങളിലേക്ക് വരരുത്, അല്ലെങ്കിൽ ആഘോഷ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ആഹ്ലാദങ്ങളൊക്കെ നല്ലതാണ്, അതിനൊരു ജാഗ്രത പാലിക്കണം, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം എന്ന തലങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മാന്യത വിട്ടു പോകരുത്. നമ്മുടെ മതം പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ വേണം നിങ്ങൾ നിങ്ങളുടെ ആഹ്ലാദങ്ങളൊക്കെ ഇത് പ്രകടിപ്പിക്കാൻ എന്ന തലങ്ങളിലേക്കാണ് അദ്ദേഹം കുറെ അധികം വിവാദ പരാമർശങ്ങൾ നിലവിൽ ഉയർത്തിയിട്ടുള്ളത്. അതിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇലക്ഷൻ സമയത്താണെങ്കിലും അല്ലെങ്കിൽ വോട്ട് കുത്തുന്ന സമയത്താണെങ്കിലും അതിനുശേഷം ഒരു വിജയം കൈവരിച്ചതിന് ശേഷം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിന് മുൻപാണ് ഇയാൾ പറഞ്ഞെങ്കിൽ എന്നാ പിന്നെ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ട, ആ ഒരു തലങ്ങളിലേക്കൊക്കെ പോയേനെ. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന ആൾക്കാരുടെ വോട്ടുകളൊക്കെ നേടി നിങ്ങളുടെ സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ചതിന് ശേഷം ഇത്തരത്തിൽ വന്നൊരു പ്രസ്താവന പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് തന്നെ ഓൾറെഡി അറിയാം ഇയാളിത് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമാകണം എന്നൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ മീഡിയ ഗിമിക്കിന് വേണ്ടി ചെയ്യുന്നതാണോ? അല്ല, എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, 1-ൽ കൂടുതൽ തവണ ഇതിനു മുൻപും ഇദ്ദേഹം ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ ഇവർക്കറിയാം കൃത്യമായി ഇത് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ ഒരു മതത്തിന്റെ രീതിയിലുള്ള ഒരു ചർച്ചകൾ ചെയ്യപ്പെടും. നിങ്ങളുടെ മതത്തിൽ എന്താണ്, നിങ്ങൾ അത്ര സ്വാതന്ത്ര്യം ഇവിടെ കൊടുക്കുന്നില്ലേ, അങ്ങനത്തിൽ ഒരുപാട് ചർച്ചകളിലേക്ക് വീണ്ടും കൊണ്ടിടാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഇങ്ങനെയൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രസ്താവനകൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതിനകത്തിൽ ആഭാസം പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ആഘോഷ പ്രകടനം നടത്തുന്നത് ആഭാസമാണോ? സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് ആഭാസമാണോ? മധുരം പങ്കിടുന്നത് ആഭാസമാണ്? ഇതിലെവിടെയാണ് ആഭാസം എന്ന് പറയുന്ന പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത അതല്ലെങ്കിൽ പുരോഗമനപരമല്ലാത്ത ഒരു കാര്യം നിലനിൽക്കുന്നത്? ഏത് കണ്ണിലൂടെയാണ് കണ്ടതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തത്. അല്ല, നിലവില് ഞാൻ കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ ഏരിയകളിലേക്ക് ആഘോഷ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കോഴിക്കോട് തന്നെ 25 വർഷത്തോളം ഒക്കെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന മേഖലകളൊക്കെ പിടിച്ചടക്കിയ സമയത്ത് ഞാൻ ആഘോഷ പ്രകടനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം, ഇത്രയധികം മാറ്റങ്ങൾ സംഭവിച്ചാൽ അതിൽ ഏറ്റവും ഭൂരിപക്ഷത്തോളം സ്ത്രീകളെ ഞാൻ കണ്ടു. അവർ ഉല്ലസിക്കുന്ന കണ്ടു, പാട്ടുപാടുന്ന കണ്ടു. നിരത്തിലൂടെ വളരെയധികം വലിയ ആഘോഷത്തിലൂടെ ഒരു വലിയ വൻ ജനനിര തന്നെയായിരുന്നു കോഴിക്കോട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ മനസ്സുകൊണ്ട് നമ്മൾ ഇത്രയധികം ജനങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു എനിക്ക് തോന്നുന്നു കാത്തിരുന്ന ഒരു റിസൾട്ട് ഒക്കെ പോലെയാണ് തോന്നിയത്. ആ ആഘോഷ പ്രകടനങ്ങളിലേക്ക് നിങ്ങളുടെ വീട്ടിലെ ഈ പറയുന്ന മുസ്ലിം സ്ത്രീകൾ വന്നിട്ടുണ്ട് എങ്കിൽ അവർക്ക് അത്രത്തോളം ആഹ്ലാദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്ന തിരിച്ചറിവും ആ ഒരു ബോധ്യം കൊണ്ട് തന്നെയായിരിക്കും അവർ വന്നിട്ടുള്ളത്. അല്ലാതെ ഈ പറയുന്ന രീതിയിലേക്ക് ആഭാസതരം കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ആഭാസയാണ് എന്ന രീതിയിലേക്കൊന്നുമല്ല. അത് കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ തിരിച്ചു വരവ് കാത്തിരുന്ന് കിട്ടിയ ആ ആഹ്ലാദങ്ങളാണ്. ഇതിനെയൊക്കെ മറ്റു കണ്ണുകളിലൂടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ തന്നെ പ്രശ്നമായിട്ട് വേണം നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മതത്തിന്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഇതിനകത്ത് വന്നിട്ടുള്ള അത്രയും സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകളുടെ വീടുകളിലൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവരെ ഒന്നും അങ്ങനെ കാണുന്നില്ല. ഇതൊരു ആഹ്ലാദ പ്രകടനമാണ്, ഇതിന്റെ അപ്പുറത്ത് നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്നത് പുരുഷനാണ്, നിങ്ങള് ഡാൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അപ്പുറത്ത് നിന്ന് ഡാൻസ് ചെയ്യുന്നത് പുരുഷനാണ്, അങ്ങനൊന്നും ചിന്തിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരും ഇദ്ദേഹം ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. ഇദ്ദേഹം ഇത് വീണ്ടും പറയുന്നത് നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, നിങ്ങളുടെ മതത്തിന് എന്താണ് പ്രശ്നം, ഇത്ര ഒരു മത തീവ്രവാദം അല്ലെങ്കിൽ അത്തരത്തിലേക്കൊക്കെ നിങ്ങൾ പറഞ്ഞ് വീണ്ടും ഈ പറയുന്ന ചങ്ങലകളിലേക്ക് നിങ്ങളുടെ സ്ത്രീകളെ പൂട്ടിയിടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്തരം പ്രസ്ഥാനങ്ങൾ വീണ്ടും ഉയർത്തുന്നത്? അപ്പോഴത്തേക്കും ഈ പറയുന്ന ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെടുകയാണ്. ഈ തെരുവോരങ്ങളിൽ അല്ലെങ്കിൽ ഇത്ര ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് പോകുന്ന ഇത്തരം സ്ത്രീകൾക്ക് എന്തോ പ്രശ്നമുണ്ട്, നല്ല സ്ത്രീകൾ. നേരത്തെ ഞാനൊരു തവണ ഒരു പ്രസംഗം വൈറലായത് വീണ്ടും വൈറലാവുന്ന ഞാൻ കേട്ടിരുന്നു. ഈ പറയുന്ന പെർഫ്യൂം അടിക്കുന്ന സ്ത്രീകളൊക്കെ വേശികളെന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല, അദ്ദേഹം പറഞ്ഞതല്ല, അല്ലാതെ ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അത് നേരത്തെ എപ്പോഴും പറഞ്ഞതാ, പക്ഷെ വീണ്ടും ട്രെൻഡിങ് ആയി വന്ന ഒരു ഫീൽഡിലേക്ക് വന്ന സമയത്ത് ഞാനത് വീണ്ടും കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നത്, ഇത് അടിക്കാത്ത സ്ത്രീകള് നല്ല ആൾക്കാരാണ്, ഈ പെർഫ്യൂം ഉപയോഗിക്കുന്ന സ്ത്രീകള് വേശ്യകളാണ്. അത്ര അപക്വമായ ചിന്താഗതികൾ കൊണ്ടു നടക്കുന്ന വ്യക്തികൾ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അതായത് ഇത് ഇത്തരത്തിലുള്ള നറേറ്റീവുകൾ ഇപ്പോൾ
നോക്കൂ, ഒരു കാലഘട്ടത്തിൽ കുമ്മനം രാജശേഖരനെ ആക്രമിക്കുന്ന ഇത്തരത്തിൽ നറേറ്റീവുകൾ ഇറക്കി വിട്ടിരുന്നു, കുമ്മോജി എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഈ സൂംബ നൃത്തവുമായി ബന്ധപ്പെട്ട് സൂംബ നൃത്തം സ്കൂളുകളിൽ നിർത്തണം, സർക്കാർ അത് വഴങ്ങുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തി. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു 21-ാം നൂറ്റാണ്ടിൻ്റെ പരിച്ഛേദനം എടുത്തു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് വിലപ്പോകില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഇവർക്ക് ഉണ്ടാകാതെയാണോ ഇവർ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്? വില പോകുന്ന സ്ഥലങ്ങളും ഉണ്ടായിരിക്കാം, ആ സ്ഥലങ്ങളിലേക്ക് കൊള്ളാൻ വേണ്ടിയിട്ടായിരിക്കും ഇവര് കേരളം പറയുന്നത്. അത്തരത്തിലാണോ അതിന്? അല്ല, എല്ലാ തലങ്ങളിലേക്കും ഈ പറയുന്ന അല്ലെങ്കിൽ വർഗീയത പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രസ്താവനകളൊക്കെ മുന്നോട്ട് വെക്കുന്ന തലങ്ങളിൽ ഇവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞാല്, ഉറച്ച വിശ്വാസമുണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവും, ഇവർക്ക് നല്ല രീതിയിൽ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നിട്ടും ഇവർ വീണ്ടും വീണ്ടും പറയണമെന്നുണ്ടെങ്കിൽ അതൊരു കാരണം ഉണ്ടാവില്ലേ? ഇത് കൃത്യമായിട്ട് കൊള്ളേണ്ട ചില സ്ഥലങ്ങൾ ഇവർ നോക്കുന്നുണ്ട്, അവിടേക്ക് മാത്രമാണ് ഇവർ പറയുന്നത്. ബാക്കി ഇവർക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ് റീച്ചുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഇവരെ എന്ത് തെറി പറഞ്ഞാലും ഇവരെ അത് ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് വീണ്ടും അടുത്ത ഒരു പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ അടുത്ത ഒരു ആഹ്ലാദ പ്രകടനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഇതിനെതിരെ സംസാരിക്കും. അപ്പോഴും പറയും മുസ്ലിം സ്ത്രീകളൊക്കെ ഇങ്ങനെ ആയിരിക്കണം, നമ്മുടെ മതത്തിന് ഒരു അന്തസ്സുണ്ട്, അല്ലെങ്കിൽ ആ അന്തസ്സിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങളുണ്ട്. ഞാൻ കുറെ അധികം ഈ മതപ്രസംഗങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യാഖ്യാനിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ച് നിങ്ങൾ അതൊരു ആൾക്കാരെ ഈ പറയുന്ന രീതിയിൽ ചട്ടക്കൂടിനുള്ളിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പരിവർത്തനം പെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ്. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, പെർഫ്യൂം അടിക്കുന്ന ആൾക്കാർ വേശ്യയാണെന്ന് അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ ചില കഥകളുടെ പേരിൽ നിങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്ക് ഒന്ന് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ, നൃത്തം ചെയ്തു കഴിഞ്ഞാൽ, സൂമ്പ ചെയ്തു കഴിഞ്ഞാലൊക്കെ നിങ്ങളൊരു മോശം സ്ത്രീയായി മാറ്റപ്പെടും, അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഈ പറയുന്ന സിസ്റ്റം ഇവരുടെ മതത്തിന് എതിരാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ ഇത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് നമുക്ക് അങ്ങനെ പറഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഇവരെ അങ്ങ് മലബാറിൽ മാത്രമാണ് ഇത് വിശ്വസിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പലയിടങ്ങളിലും മൊത്തത്തിൽ പലയിടങ്ങളിലും ഉണ്ട് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു പ്രസംഗം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ പറയുന്ന മില്യൺ ഓഫ് കണക്കിന് ആൾക്കാരൊക്കെ ഇത് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ പ്രസംഗത്തിലൊക്കെ ഇതൊക്കെ ആണെന്ന് അറിഞ്ഞിട്ടും എന്തിനാ വീണ്ടും കാണുന്നത്? നമുക്ക് സ്കിപ്പ് ചെയ്തുകൂടെ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ? പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഇതൊക്കെ കേൾക്കുന്നത്? കേട്ടിട്ട് വീണ്ടും വീണ്ടും ഇത് ഡിമാൻഡ്, ആ ഒരു ഡിമാൻഡ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ വീണ്ടും ഞാനത് പറയേണ്ടത്. എനിക്കൊരു ഡിമാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേൾക്കൂ? പക്ഷെ ഇവർക്കറിയാം കൃത്യമായിട്ട് ഈ സാധനത്തിനോട് ഡിമാൻഡ് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഇതെല്ലായിടങ്ങളും പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് തലങ്ങളിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ചൂടുള്ള സമയത്തൊന്നും ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും പറയില്ല. പക്ഷെ ആ ഒരു സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കത്തിയേനെ. അപ്പൊ പറയും നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ നിർത്തണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ മുഖം കാണാതെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി നിർത്തൂ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ ഇവിടെ ജയിക്കൂ? ഈ പറയുന്ന ഇയാളീ പറഞ്ഞിട്ടുള്ള ഈ മതപ്രകാരമായിട്ടുള്ള അല്ലെങ്കിൽ മതത്തിൽ അങ്ങനെയും വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ആ രീതിയിൽ പറയുമ്പോൾ ഈ പറയുന്ന സ്ഥാനമാനങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം താനും. പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന വർഗീയതയും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഒരു തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി സമൂഹത്തിലേക്ക് ഒരു തെറ്റായ കാര്യങ്ങൾ എത്തിപ്പെടണം, അതൊരു ചർച്ചാ വിഷയമാകണം. അപ്പോഴത്തേക്കും ഇവരിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും. വേണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനതല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചതെന്ന് ഒന്ന് മാറ്റി പറയും. കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും മറ്റെന്തെങ്കിലും വിഷയം എടുത്തുകൊണ്ട് വരും, അതേപോലെ അവരെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ്താവനകൾ പറയും. ഇത് വീണ്ടും കുറെ കാലങ്ങളായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ വലിയ പുതുമയൊന്നും കാണാനില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ.